ഹായ്, എല്ലാവർക്കും ബ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടന. എല്ലാ പരീക്ഷകൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ ടൈമുകളെ നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, സെക്കുലർ. അപ്പോൾ 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നീ വാക്കുകളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ട ഏക അവസരം ഏതാണ്? 1976 42-ാം ഭേദഗതിയിലാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ട ഏക അവസരം ഏതാണ്? 1976 42-ാം ഭേദഗതിയാണ്. ആമുഖം ഭരണഘടനയുടെ പ്രധാന ഭാഗമാണ് എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിലെ വിധിയിലാണ്? 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സ്റ്റേറ്റ് കേസിലാണ്. അപ്പോൾ ആമുഖം ഭരണഘടനയുടെ പ്രധാന ഭാഗമാണ് എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിലെ വിധിയിലാണ്? 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സ്റ്റേറ്റ് കേസിലാണ്. ഭരണഘടനയുടെ ആത്മാവ് എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഭാഗം ആമുഖമാണ്. അപ്പോൾ ഭരണഘടനയുടെ ആത്മാവ് എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഭാഗം ഏതാണ്? ആമുഖമാണ്. ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന 3 ഇനം ലിസ്റ്റുകൾ ഏതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. ഇപ്പോൾ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന 3 ഇനം ലിസ്റ്റുകൾ ഏതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. 3 ഇനം ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 246 ആണ്. ഇപ്പോൾ 3 ഇനം ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 246 ആണ്. യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കുവാൻ അധികാരമുള്ളത് ആർക്കാണ്? പാർലമെൻറ്റിനാണ്. അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കുവാനുള്ള അധികാരമുള്ളത് ആർക്കാണ്? അത് പാർലമെൻറ്റിനാണ്. സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണ അധികാരം ആർക്കാണ്? അത് സംസ്ഥാന നിയമസഭകൾക്കാണ്. അപ്പോൾ സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം ആർക്കാണ്? അത് സംസ്ഥാന നിയമസഭകൾക്കാണ്. പാർലമെൻറ്റിനും സംസ്ഥാന നിയമസഭകൾക്കും നിയമനിർമ്മാണാധികാരമുള്ള ലിസ്റ്റ് ഏത് ലിസ്റ്റാണ്? അത് സമാവർത്തി ലിസ്റ്റാണ്. അപ്പോൾ പാർലമെൻറ്റിനും സംസ്ഥാന നിയമസഭകൾക്കും നിയമനിർമ്മാണാധികാരമുള്ള ലിസ്റ്റ് ഏതാണ്? അത് സമാവർത്തി ലിസ്റ്റാണ്. ഇന്ത്യ അഥവാ ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുമെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം അത് 1-ാം അനുച്ഛേദമാണ്. ഇപ്പോൾ ഇന്ത്യ അഥവാ ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അത് 1-ാമത് അനുച്ഛേദമാണ്. ദ്വിമണ്ഡല പാർലമെൻറ്റ്, ഏകപൗരത്വം, നിയമനിർമ്മാണം, നിയമവാഴ്ച, പാർലമെൻ്ററി ജനാധിപത്യം എന്നിവ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നുമാണ്? ബ്രിട്ടനാണ്. അപ്പോൾ ദ്വിമണ്ഡല പാർലമെൻറ്റ്, ഏകപൗരത്വം, നിയമനിർമ്മാണം, നിയമവാഴ്ച, പാർലമെൻ്ററി ജനാധിപത്യം എന്നിവ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നുമാണ്? അത് ബ്രിട്ടനിൽ നിന്നുമാണ്. റിപ്പബ്ലിക്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്? അത് ഫ്രാൻസിൽ നിന്നുമാണ്. അപ്പോൾ എന്താണ്? റിപ്പബ്ലിക്ക്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്? അത് ഫ്രാൻസിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് ബാക്കി ചോദ്യങ്ങളും കൂടി നോക്കാം. അപ്പോൾ ഒന്നുകൂടി നോക്കാം. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നീ വാക്കുകളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ട ഏക അവസരം 1976 42-ാം ഭേദഗതിയാണ്. ആമുഖം ഭരണഘടനയുടെ പ്രധാന ഭാഗമാണ് എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിലെ വിധിയിലാണ്? 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു കേസിലാണ്. ഭരണഘടനയുടെ ആത്മാവ് എന്ന് അറിയപ്പെടുന്ന നമ്മുടെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഭാഗം ഏതാണ്? അത് ആമുഖമാണ്. ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന 3 ഇനം ലിസ്റ്റുകൾ ഏതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, സമാവർത്തി ലിസ്റ്റ്. 3 ഇനം ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ഏതനുച്ഛേദമാണ്? ആർട്ടിക്കിൾ 246 ആണ്. യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കുവാനുള്ള അധികാരമുള്ളത് ആർക്കാണത്? അത് പാർലമെൻറ്റിനാണ്. സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണ അധികാരമുള്ള ആർക്കാണ്?
അത് സംസ്ഥാന നിയമസഭകൾക്കാണ്. പാർലമെൻറ്റിനും സംസ്ഥാന നിയമസഭകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള ലിസ്റ്റ് ഏതാണ്? അത് സമാവർത്തി ലിസ്റ്റാണ്. ഇന്ത്യ അഥവാ ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുമെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അത് 1-ാം അനുച്ഛേദമാണ്. ദ്വിമണ്ഡല പാർലമെൻറ്റ്, ഏക പൗരത്വം, നിയമനിർമ്മാണം, നിയമവാഴ്ച, പാർലമെൻ്ററി ജനാധിപത്യം എന്നിവ ഇന്ത്യൻ ഭരണഘടന ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തത്? അത് ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തത്. റിപ്പബ്ലിക്ക്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ കടമെടുത്തത്? അത് ഫ്രാൻസിൽ നിന്നുമാണ് ഇന്ത്യ കടമെടുത്തത്. അപ്പോൾ അടുത്ത ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയുടെ കരടിന് അംഗീകാരം നൽകിയതെന്നാണ്? 1949 നവംബർ 26. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയുടെ കരടിന് അംഗീകാരം നൽകിയതെന്നാണ്? 1949 നവംബർ 26. അപ്പോൾ ഈ നവംബർ 26 എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നു? ഭരണഘടനാ ദിനം അല്ലെങ്കിൽ സംവിധാൻ ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നു. എന്നാണ് നവംബർ 26. ഭരണഘടന പ്രാബല്യത്തിൽ വന്നതെന്നാണ്? അത് നമ്മൾ റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്ന ജനുവരി 26. അപ്പോൾ ഭരണഘടന പ്രാബല്യത്തിൽ വന്നതെന്നാണ്? 1950 ജനുവരി 26. ഏത് സംഭവത്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ജനുവരി 26 റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നത്? അത് നമ്മുടെ 1930 ജനുവരി 26 കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയതിൻ്റെ ആ ഒരു ഓർമ്മയ്ക്കായിട്ടാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്ത വ്യക്തി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ ആരാണ്? BN റാവു ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ ആരായിരുന്നു? BN റാവു. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഡോക്ടർ BR അംബേദ്കറാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഡോക്ടർ BR അംബേദ്കറാണ്. ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പിയായി അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അത് ജവഹർലാൽ നെഹ്റുവാണ്. ഇപ്പോൾ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പിയായി അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതിയെ അലങ്കരിച്ച ചിത്രകാരൻ എല്ലാവർക്കും അറിയാവുന്ന ആ വ്യക്തിയാണ്. ആരാണ്? നന്ദലാൽ ബോസാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതിയെ അലങ്കരിച്ച ചിത്രകാരൻ ആരാണ്? അത് നന്ദലാൽ ബോസാണ്. അപ്പോൾ ഒന്നുകൂടി നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയുടെ കരടിന് അംഗീകാരം നൽകിയതെന്നാണ്? 1949 നവംബർ 26. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഭരണഘടനാ ദിനമായിട്ട് നവംബർ 26 ആ ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നു. ഭരണഘടന പ്രാബല്യത്തിൽ വന്നതെന്നാണ്? 1950 ജനുവരി 26. നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നു? റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നു. ഏത് സംഭവത്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് നമ്മൾ ഇങ്ങനെ ആചരിക്കുന്നത്? അത് 1930 ജനുവരി 26 കോൺഗ്രസ് പൂർണ്ണ സ്വരാജ്യ പ്രഖ്യാപനം നടത്തിയതിൻ്റെ ഓർമ്മയ്ക്ക് ആയിട്ടാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്ത വ്യക്തി ആരാണ്? അത് രാജേന്ദ്ര പ്രസാദാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ ആരായിരുന്നു? BN റാവു. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ BR അംബേദ്കറാണ്. ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ആരാണ്? അത് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതിയെ അലങ്കരിച്ച ചിത്രകാരൻ ആരാണ്? നന്ദലാൽ ബോസാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്.